മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പകുതി വില തട്ടിപ്പിൽ ഇ ഡി പരിശോധന 10-ാം മണിക്കൂറിൽ. സംസ്ഥാനത്ത് 12 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നത്. കെ എൻ ആനന്ദകുമാറിന്റെയും ലാലി വിൻസെന്റിന്റെയും അനന്തകൃഷ്ണന്റെയും വീടുകളിൽ ഉൾപ്പെടെയാണ് റെയ്ഡ്. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നു. അനന്തകൃഷ്ണന്റെ പനമ്പള്ളി നഗറിലെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി. അനന്തുവിന്റെ ഓഫീസിലെ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതിന്റെ തുടർച്ചയായാണ് എന്ന് ക്രൈംബ്രാഞ്ച് SP MJ സോജൻ പറഞ്ഞു. ഇവിടെ ഒരു സെർച്ച് നടക്കുന്നുണ്ട്, 2-3 ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് സമയം എടുക്കണം, അത്രേ ഉള്ളൂ. ഈ അനന്തകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന അല്ലല്ല, ഇത് അതിനു മുമ്പേ തുടങ്ങിയതാണ്. അതിനെപ്പറ്റി നമുക്കറിയില്ല. ഞാനും കേട്ടു, വേറെ ഒന്നും അറിയില്ല. അർജുൻ മട്ടന്നൂർ ചേരുന്ന വിശദാംശങ്ങളുമായി. അർജുൻ, ഇപ്പോൾ 10 മണിക്കൂർ ആവുകയാണ് പരിശോധന തുടങ്ങിയിട്ട്. വിവിധ ഇടങ്ങളിൽ ഒരുമിച്ച് തെളിവുകൾ കണ്ടെത്താനുള്ള നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ, അല്ലേ? വിനീത, പകുതി വില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിയോടെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഏതാണ്ട് 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന ആരംഭിച്ചത്. ഇതിൽ ഈ പ്രതിയായ അനന്തകൃഷ്ണന്റെ വീട്, അതോടൊപ്പം തന്നെ കെ എൻ ആനന്ദകുമാറിന്റെ വീട്, ഒപ്പം ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റ് എന്നിവിടങ്ങളിൽ, അതോടൊപ്പം തന്നെ NGO കോൺഫെഡറേഷന്റെ വിവിധ ഓഫീസുകളിലും മറ്റും റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മണിക്കൂറിലേറെയായി ഈ രേഖകളും മറ്റും ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. ഇതിൽ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അനധികൃതമായി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി അന്വേഷിക്കുന്നത്. ഇതിൽ കെ എൻ ആനന്ദകുമാറും ലാലി വിൻസെന്റും അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇത് എന്തിനാണ് എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മാത്രവുമല്ല, ഇവരുടെ അക്കൗണ്ടുകൾ വഴി മറ്റേതെങ്കിലും അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ടോ എന്നും ഇ ഡി അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അനന്തകൃഷ്ണൻ നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ്, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്ന് കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വീണ്ടും എത്തി പരിശോധന നടത്തി. ഈ രേഖകളടക്കം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ, ഈ ബിനാമി നിക്ഷേപമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. വ്യക്തമാണ്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകി.